ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. 80ാമത് സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. ആകാശവാണിയും ദൂരദർശനും രാത്രി 7 മണിക്ക് അഭിസംബോധന തത്സമയം ജനങ്ങളിലെത്തിക്കും. വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ സർവീസ് മെഡലുകൾ പ്രഖ്യാപിച്ചു. 1057 ഉദ്യോഗസ്ഥർക്ക് അംഗീകാരം. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ നാളെ രാവിലെ നടക്കുന്ന സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. ആധുനിക കാലഘട്ടത്തിന് അനുസരിച്ച് പോലീസ് സേനയെ നവീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കം. ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട മറ്റന്നാൾ തുറക്കും. വെർച്വൽ ക്യൂ ബുക്കിംഗ് പുരോഗമിക്കുന്നു. ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിന് നാളെ തുടക്കം. വാർത്തകൾ വിശദമായി. സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും രാത്രി 7 മണിക്ക് അഭിസംബോധന പ്രക്ഷേപണം ചെയ്യും. രാത്രി 9:30 പ്രാദേശിക ഭാഷകളിൽ അഭിസംബോധനയുടെ പ്രക്ഷേപണം ഉണ്ടാകും. ദൂരദർശനിൽ ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും അതാത് പ്രാദേശിക ഭാഷകളിലും രാഷ്ട്രപതിയുടെ അഭിസംബോധന സംപ്രേഷണം ചെയ്യും. 80ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. ഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാവിലെ ദേശീയ പതാക ഉയർത്തിയ ശേഷം രാജ്യത്തെ അഭിസംബോധന ചെയ്യും. യുവശക്തിക്കും ദേശീയ ഗീതമായ വന്ദേ മാതരത്തിനുമാണ് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ ഇത്തവണ പ്രാധാന്യം നൽകുന്നത്. വന്ദേ മാതരത്തിന്റെ 150ാം വാർഷികത്തിൽ ചുവപ്പുകോട്ടയിൽ ഇക്കുറി ആദ്യമായി ദേശീയ ഗീതം ആലപിക്കുമെന്ന പ്രത്യേകതയുമുണ്ട്. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളോടനുബന്ധിച്ച് രാജ്യമെമ്പാടും ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സംസ്ഥാനത്തും വിപുലമായ പരിപാടികളാണ് നാളെ നടക്കുന്നത്. തലസ്ഥാന നഗരിയിലും ജില്ലാ ആസ്ഥാനങ്ങളിലും നടക്കുന്ന സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെ പങ്കെടുക്കും. വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ സർവീസ് മെഡലുകൾ പ്രഖ്യാപിച്ചു. പോലീസ്, ഫയർ സർവീസ്, ഹോംഗാർഡ്, സിവിൽ ഡിഫൻസ്, ജയിൽ വകുപ്പ് എന്നീ വിഭാഗങ്ങളിലെ 1057 ഉദ്യോഗസ്ഥർക്കാണ് പുരസ്കാരം. 301 പേർ ഗാലണ്ടറി പുരസ്കാരത്തിനും 92 പേർ വിശിഷ്ട സേവനത്തിനുള്ള മെഡലിനും അർഹരായി. 664 ഉദ്യോഗസ്ഥർക്ക് സ്തുത്യർഹ സേവനത്തിനുള്ള മെഡലുകളും ലഭിച്ചു. കേരളത്തിൽ നിന്നും SP ശശിധരൻ വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ മെഡലിന് അർഹനായി. പോലീസ്, ഫയർ സർവീസ്, ജയിൽ വകുപ്പ് എന്നിവയിൽ നിന്നുള്ള 10 ഉദ്യോഗസ്ഥർ സ്തുത്യർഹ സേവനത്തിനുള്ള മെഡലിനും അർഹരായി. 80ാമത് സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ജനങ്ങൾക്ക് ആശംസകൾ നേർന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സ്വാതന്ത്ര്യവും സമത്വവും ഐക്യവും കാത്തുസൂക്ഷിക്കേണ്ടതും ഓരോ പൌരന്റെയും അന്തസ്സും നീതിയും ഉറപ്പാക്കുന്ന ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടതും നമ്മുടെ കടമയാണെന്ന് ഗവർണർ ഓർമ്മിപ്പിച്ചു. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് സംഘടിപ്പിക്കുന്ന വനിതകളുടെ ഒത്തുചേരൽ ഇന്ന് രാത്രി 9:30 മുതൽ തിരുവനന്തപുരത്ത് നടക്കും. നാളെ പുലർച്ചെ 1 മണി വരെയാണ് പരിപാടി. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യും. പരിപാടിക്ക് ശേഷം തിരികെ പോകാൻ KSRTC പ്രത്യേക സർവീസുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ആധുനിക കാലഘട്ടത്തിന് അനുസരിച്ച് പോലീസ് സേനയെ നവീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ജനസൌഹൃദ പോലീസ് സംവിധാനത്തിന് നവീന മുഖം നൽകുന്ന മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാൻ പോലെ മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിയും ജനങ്ങൾ ഏറ്റെടുക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പോലീസ് ഒരു സുഹൃത്താണ്. നമുക്ക് ഒരു സഹായം വേണ്ടി വരുമ്പോൾ ഓടിയെത്തുന്ന ഒരു ബന്ധുവാണ് എന്നുള്ള നിലയിലേക്ക് കേരള പോലീസിനെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് മൈ പോലീസ് സ്റ്റേഷൻ. ആധുനിക കാലത്ത് ഏറ്റവും മോഡേൺ കൺസെപ്റ്റാണ് മൈ പോലീസ് സ്റ്റേഷനിലൂടെ ആഭ്യന്തര വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്ന ആശയം. ഇന്ന് കുറ്റവാളികൾ തന്നെ വളരെ അഡ്വാൻസ്ഡ് ആണ്. സൈബർ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുകയാണ്. അതനുസരിച്ച് പോലീസിനെ എക്യുപ്പ് ചെയ്യുക. സമൂഹത്തിനുണ്ടാകുന്ന മാറ്റത്തിനനുസൃതമായി സമൂലമായ മാറ്റങ്ങൾ പോലീസിലും ആവശ്യമാണെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇന്ത്യയിലെ ആദ്യ വനിതാ യുദ്ധവിമാന പൈലറ്റായി യോഗ്യത നേടി വ്യോമസേന സ്ക്വാഡ്രൺ ലീഡർ ഭാവന കാന്ത്. ഗോളിയോറിലെ ടാക്സ്റ്റിക് ആൻഡ് എയർ കോംബാറ്റ് ഡെവലപ്മെന്റ് കേന്ദ്രത്തിൽ നിന്നും ഫൈറ്റർ കോംബാറ്റ് ലീഡറായി യോഗ്യത നേടുന്ന ആദ്യ വനിതാ ഓഫീസർ എന്ന ചരിത്ര നേട്ടമാണ് ബീഹാർ സ്വദേശിയായ ഭാവന കാന്ത് സ്വന്തമാക്കിയത്. കോഴിക്കോട് ബാലുശ്ശേരി നിയോജക മണ്ഡലത്തിൽ ഗ്രാമപഞ്ചായത്തുകൾ വഴി സൌജന്യ വൈഫൈ സംവിധാനമൊരുക്കാൻ പദ്ധതിയുമായി BSNL. ഗവൺമെന്റ് സബ്സിഡിയോടെ സൌജന്യ വൈഫൈ മോഡവും ഇൻസ്റ്റലേഷനും ലഭിക്കുന്ന ഭാരത് നെറ്റ് ഉദ്യമി പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ എല്ലായിടത്തും എത്തിക്കുകയാണ് ലക്ഷ്യം. ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
ബാലുശ്ശേരി MLA VT സൂരജിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പുതിയ കണക്ഷനുകൾക്ക് രജിസ്റ്റർ ചെയ്യാൻ ഗ്രാമസഭകൾ, വാർഡ് തല സാമൂഹ്യ മാധ്യമ സംവിധാനങ്ങൾ, കുടുംബശ്രീ പരിപാടികൾ, ഗ്രാമപഞ്ചായത്തുകളുടെ നേതൃത്വത്തിലുള്ള മറ്റു പരിപാടികൾ എന്നിവ വഴി വേദിയൊരുക്കാനും തീരുമാനമായി. പദ്ധതി പ്രകാരം 1 Gbps വരെ സ്പീഡുള്ള അതിവേഗ ഫൈബർ ഇന്റർനെറ്റ് കണക്ഷൻ ലഭിക്കും. മുമ്പ് വിച്ഛേദിച്ചുപോയ അതേ നമ്പറുകൾ തന്നെ ലാൻഡ് ഫോൺ കണക്ഷൻ എടുക്കാനുള്ള സൗകര്യവും ഉണ്ടാകും. ഇന്ന് വിഭജന ഭീതി അനുസ്മരണ ദിനം. 1947 ഇന്ത്യ പാക് വിഭജനത്തിനിടെ ജീവൻ നഷ്ടപ്പെട്ടവർക്കും സമാനതകളില്ലാത്ത ദുരിതങ്ങൾ അനുഭവിച്ചവർക്കും രാജ്യം ആദരാഞ്ജലി അർപ്പിച്ചു. 2021 മുതലാണ് ഓഗസ്റ്റ് 14 വിഭജന ഭീതി അനുസ്മരണ ദിനമായി ആചരിച്ചു തുടങ്ങിയത്. വിഭജനം മൂലം ദുരിതം അനുഭവിച്ചവരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ അനുസ്മരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട മറ്റന്നാൾ വൈകിട്ട് 5-ന് തുറക്കും. പുതിയ തന്ത്രി കണ്ഠരര് ബ്രഹ്മദത്തന്റെ നേതൃത്വത്തിലാകും സന്നിധാനത്തെ ചടങ്ങുകൾ ആരംഭിക്കുക. തിങ്കളാഴ്ച രാവിലെ 5 മുതൽ പൂജകൾ നടക്കും. ചിങ്ങമാസ ദർശനത്തിനുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് പുരോഗമിക്കുകയാണ്. ഓണാഘോഷങ്ങൾക്ക് ഔദ്യോഗിക തുടക്കം കുറിച്ച് തൃപ്പൂണിത്തുറ അത്തച്ചമയം മറ്റന്നാൾ. തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലെ അത്തം നഗറിൽ രാവിലെ 9-ന് മുഖ്യമന്ത്രി VD സതീശൻ ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ മന്ത്രി അനൂപ് ജേക്കബ് അത്തപതാക ഉയർത്തും. സ്വകാര്യ കാറ്ററിംഗ് ഗ്രൂപ്പുകൾക്കൊപ്പം കുടുംബശ്രീയും ഓണസദ്യ രംഗത്ത് സജീവമാകുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. സംസ്ഥാനത്തുടനീളമായുള്ള 400ഓളം വനിതാ കാറ്ററിംഗ് യൂണിറ്റുകളുടെ സംരംഭകരാണ് ഓണസദ്യ തയ്യാറാക്കുന്നതെന്ന് കുടുംബശ്രീ വൃത്തങ്ങൾ അറിയിച്ചു. കുറഞ്ഞത് 5 പേർക്കുള്ള സദ്യയെങ്കിലും ബുക്ക് ചെയ്യണം. ജില്ലാതലത്തിലെ കോൾ സെന്ററുകൾ വഴിയും CDSകൾ വഴിയും ബുക്കിംഗ് നടത്താം. ഈ ഓർഡറുകൾ ബുക്ക് ചെയ്യുന്നവരുടെ സമീപത്തെ കുടുംബശ്രീകൾക്ക് നൽകും. അതാത് പഞ്ചായത്തുകളിലെ കുടുംബശ്രീ സംരംഭകരുടെ പക്കൽ നിന്ന് സദ്യ വാങ്ങുകയും ചെയ്യാം. മൊബൈൽ റീചാർജുകൾ എളുപ്പത്തിൽ ചെയ്യാൻ പുതുതായി അവതരിപ്പിക്കുന്ന BSNL സെൽഫ് കെയർ ആപ്പിലൂടെ സാധിക്കുമെന്ന് BSNL കേരള ചീഫ് ജനറൽ മാനേജർ ടെലികോം R. സജികുമാർ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിനോദ സേവനങ്ങൾ വിരൽത്തുമ്പിൽ ലഭ്യമാക്കാനും പുതിയ സെൽഫ് കെയർ ആപ്പ് സഹായിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. കണ്ണൂർ ആറളം ഫാമിലെ ആനമതിൽ നിർമ്മാണം ഡിസംബറിൽ പൂർത്തിയാക്കാൻ നിർദ്ദേശം. വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനായി നടന്നുവരുന്ന പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് മന്ത്രിമാരുടെ സംയുക്ത സംഘം അടുത്ത മാസം ആറളം ഫാം സന്ദർശിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. മന്ത്രിമാരായ ഷിബു ബേബി ജോൺ, സണ്ണി ജോസഫ്, KA തുളസി, PK ബഷീർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആറളം ഫാം സന്ദർശിക്കുക. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്ന ആനമതിൽ നിർമ്മാണത്തിന്റെ മേൽനോട്ട ചുമതല പൊതുമരാമത്ത് വകുപ്പ് ബിൽഡിംഗ് വിഭാഗം വിലയിരുത്താനും തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗം നിർദ്ദേശം നൽകി. ആനമതിൽ നിർമ്മാണം സാധ്യമല്ലാത്ത പ്രദേശങ്ങളിൽ ശക്തമായ മറ്റ് പ്രതിരോധ സംവിധാനങ്ങൾ ഏർപ്പെടുത്തും. ആറളം ഫാമിന് ചുറ്റും പ്രതിരോധ സംവിധാനങ്ങൾ തീർക്കുമ്പോൾ മറ്റ് ജനവാസ മേഖലകളിലേക്ക് ആനകൾ ഇറങ്ങാതിരിക്കാനുള്ള മാർഗങ്ങളും യോഗം വിലയിരുത്തി. ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിന് നാളെ തുടക്കം. ശ്രീലങ്കയിലെ ഗാലെ ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. 2 മത്സരങ്ങളുള്ള പരമ്പരയിലെ 2ാം ടെസ്റ്റ് ഈ മാസം 23 മുതൽ 27 വരെ കൊളംബോയിൽ നടക്കും. മഴക്കാല പന്തുകളിയായ ഷൂട്ട് ദി റെയിൻ ഫുട്ബോൾ മത്സരങ്ങൾക്ക് എറണാകുളം മഹാരാജാസ് കോളേജ് സ്റ്റേഡിയത്തിൽ തുടക്കമായി. മന്ത്രി PC വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്തു. 38 ടീമുകളാണ് ഇത്തവണ മാറ്റുരയ്ക്കുന്നത്. മത്സരങ്ങൾ നാളെ സമാപിക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 303 പോയിന്റ് ഇടിഞ്ഞ് 77,773-ലും നിഫ്റ്റി 72 പോയിന്റ് നഷ്ടത്തിൽ 24,321-ലും വ്യാപാരം തുടരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. 80ാമത് സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. ആകാശവാണിയും ദൂരദർശനും രാത്രി 7 മണിക്ക് അഭിസംബോധന തത്സമയം ജനങ്ങളിലെത്തിക്കും. വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ സർവീസ് മെഡലുകൾ പ്രഖ്യാപിച്ചു. 1057 ഉദ്യോഗസ്ഥർക്ക് അംഗീകാരം. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ നാളെ രാവിലെ നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. ആധുനിക കാലഘട്ടത്തിന് അനുസരിച്ച് പോലീസ് സേനയെ നവീകരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കം. ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട മറ്റന്നാൾ തുറക്കും. വെർച്വൽ ക്യൂ ബുക്കിംഗ് പുരോഗമിക്കുന്നു. ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിന് നാളെ തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.